സവാള റാഷിദ് പറഞ്ഞില്ലേ, കോൺഗ്രസ് ജാതിയും മതവും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത്. അത്ര തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. റാഷിദെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. നിങ്ങൾ കേട്ടോ അയാൾക്ക് എന്തിനാണ് പൊള്ളേണ്ടത്? വർഗീയവാദം ആരാണോ പറഞ്ഞത്? രാഷ്ട്രീയം പറയുന്ന സമയത്ത് എന്തിനാണ് പൊള്ളുന്നത്? അങ്ങോട്ട് മാറി എന്ന് അറിയാം. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ മാത്രം നിങ്ങൾ പിക്കാൻ ചൂസ് ചെയ്ത് പറയുന്നിടത്താണ് അതിന്റെ അകത്ത് നിങ്ങളുടെ ദുഷ്ടലാക്ക്. ഞാൻ നോക്കുമ്പോൾ 8:30 മണി വരെ റാഷിദും മിണ്ടാതിരിക്കുകയായിരുന്നു. ഇപ്പൊ ഭയങ്കര ആവേശമുണ്ട്. അത് പൊതുവേ ഉള്ള ഒരു ശൈലിയാണ് ബിജെപിക്കാരോട്. കുഴപ്പമില്ല. മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു പരിധി വിട്ട് വിദ്വേഷ പരാമർശങ്ങളാണോ എന്ന വിമർശനങ്ങൾ ഉയരുന്ന തരത്തിലും ബി.ജെ.പി. നേതാക്കൾ ഒന്നടങ്കം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, മുസ്ലിം ലീഗിന്റെ അണ്ടറിലായി എല്ലാ, യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് പാണക്കാടാണ്, അങ്ങനെയൊക്കെ. ഇപ്പോഴേതായാലും മന്ത്രിമാരുടെ പേരുകൾ നമ്മൾ കേട്ടു. എന്ത് തോന്നുന്നു? ചോദ്യത്തിന്റെ ധ്വനി മനസ്സിലായി. റാഷിദിനോട് ചോദിക്കട്ടെ, മന്ത്രിമാരുടെ പേരുകൾ നമ്മൾ കേട്ടു, എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത്? റാഷിദ് എന്താ ഉദ്ദേശിച്ചത്? താങ്കൾക്ക് എന്ത് തോന്നി പ്രഥമ ദൃഷ്ടിയല്ല ഈ മന്ത്രിസഭയുടെ? അല്ല, റാഷിദ് ചോദിച്ചതിന്റെ ചോദ്യത്തിന്റെ ഉള്ളർത്ഥം എന്താന്ന് ഞാൻ ചോദിച്ചത്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞങ്ങളൊരു കാര്യം, വിദ്വേഷാത്മകമായിട്ടുള്ള വാക്കുകൾ എന്ന് റാഷിദ് ഉപയോഗിച്ചു. അത് റാഷിദിന്റെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം, അറിവുറവെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങ് അറിവുള്ള വ്യക്തിയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയവുമില്ല, ബി.ജെ.പി. ഉന്നയിക്കുന്ന വിഷയം നാളെ സത്യമാകുമെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. ഇവർ മതേതരത്വവും വർഗീയവാദത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും പറയുമ്പോൾ തന്നെ ഇവർ കൂട്ടുപിടിച്ച ആളുകൾ എന്താണ് എന്നും കൂട്ടുപിടിച്ചവരുടെ ഇസം എന്താണ് എന്നും കൂട്ടുപിടിച്ചവരുടെ ശൈലി എന്താണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ ബൈറ്റ് നിങ്ങൾ മുമ്പ് കാണിച്ചില്ലേ? അദ്ദേഹം എന്താണ് പറഞ്ഞത്? സോഷ്യൽ ആയിട്ടുള്ളതും റീജിയണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണ് ഈ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് അതും പറയുന്നത്? ജാതി മതം തന്നെ. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന ആളുകൾ വേണം, ഇന്ന ആളുകൾ വേണം എന്നുള്ളത് കട്ട് ചെയ്തിട്ടുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഈ റാഷിദിനും അറിയാതെ എനിക്കും അറിയാന്ന്. സോഷ്യൽ ബാലൻസ് നോക്കും, ജാതിമത സമവാക്യങ്ങളുടെ അവരുടെ പാർട്ടിക്കകത്തെ സംഘടനാ പദവികൾ നിർണ്ണയിക്കുമ്പോൾ പോലും അത് നോക്കാറുണ്ട്. പിന്നെ അവര് MLA-മാരെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ, അതിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ, ഇപ്പൊ മന്ത്രിമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അവരത് നോക്കാറുണ്ട്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. റാഷിദ് അത് സാമാന്യവൽക്കരിക്കേണ്ട. റാഷിദ് പറഞ്ഞില്ലേ, കോൺഗ്രസ് ജാതിയും മതവും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ. അത്ര തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. റാഷിദെ, ജാതിയും മതവും തന്നെയാണ് കോൺഗ്രസ് വികസനത്തിനേക്കാൾ മുന്നിൽ വെച്ചിട്ടുള്ളത്. വികസനം എന്ന് പറയപ്പെടുന്ന 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്ത് ജാതിയും മതവും തന്നെയാണ് മുന്നിൽ വെച്ചത്. റാഷിദിന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. അതല്ല ഉദ്ദേശം. ഞാൻ 1ാം സ്ഥാനത്ത് ജാതി മതവും മുന്നിൽ വെച്ചു എന്ന് പറയുന്നത് അവരതൊക്കെ പരിഗണിക്കാറുണ്ട്. പല മാനദണ്ഡങ്ങളുണ്ട്. മാനദണ്ഡമാണ് അതാണ്. ഞാൻ പറയാത്ത പറയരുത്. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഞാൻ നോക്കുമ്പോൾ 8:30 മണി വരെ റാഷിദും മിണ്ടാതിരിക്കുകയായിരുന്നു. ഇപ്പൊ ഭയങ്കര ആവേശമുണ്ട്. അത് പൊതുവേ ഉള്ള ഒരു ശൈലിയാണ് ബിജെപിക്കാരോട്. കുഴപ്പമില്ല. താങ്കൾ കോൺഗ്രസ് ഇതിന്ന് ഞാൻ തെളിയിക്കും മോനെ. നിങ്ങൾ മന്ത്രിമാരെ നിശ്ചയിച്ച കാര്യങ്ങൾ എടുക്കുക, മുഖ്യമന്ത്രി നിശ്ചയിച്ച ശൈലികൾ എടുക്കുക. ഞാൻ ചോദിക്കട്ടെ റാഷിദെ, മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ പാണക്കാട് അല്ല തീരുമാനമെടുത്തെന്ന് റാഷിദിന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയാൻ സാധിക്കുന്നത്? രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ ഉന്നയിച്ച വിഷയം തന്നെയാണത്. ആ വിഷയം കൃത്യവുമാണ്. മറ്റുള്ളവർ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. ശ്രീ ഉല്ലാസ് ബാബു, അതിനകത്ത് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ മാത്രം നിങ്ങൾ പിക്കാൻ ചൂസ് ചെയ്ത് പറയുന്നിടത്താണ് അതിന്റെ അകത്ത് നിങ്ങളുടെ ദുഷ്ടലാക്ക്. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ഞങ്ങൾക്കൊരു ദുഷ്ടലാക്കും ഇല്ല. നിങ്ങൾക്കത് ദുഷ്ടലാക്കായി കാണുന്നിടത്താണ് ഈ നിങ്ങളുടെ അറിവുറവ് എന്ന് പറയപ്പെടുന്നത്. RC, KC, BD എന്നും പറഞ്ഞ് 3 തലയും വെച്ച് ഇതിലാര് എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് കൊടുത്തിരുന്നത് മനോരമ ചാനലും കൊടുത്തിരുന്നില്ലേ? ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ കൊടുത്തിരുന്നില്ലേ? അപ്പൊ 3 ചേരി ഉണ്ടായിരുന്നു എന്ന് കൃത്യമല്ലേ? 3 പേർ മത്സരിച്ചിരുന്നു എന്ന് 3 പേർ ആഗ്രഹിച്ചിരുന്നു കൃത്യമല്ലേ? അങ്ങനെയല്ലേ? അത് മാത്രല്ല, അവർക്ക് വേണ്ടി ഇറങ്ങിയിരുന്നതും കൃത്യമല്ലേ? ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമല്ലേ? അവർക്ക് തമ്മിൽ തല്ലിയിരുന്നു എന്നുള്ളതല്ലേ കൃത്യമായി? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു. ഈ മുന്നണി 102 സീറ്റുമായി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ ജാതി മതം നോക്കിയാണ് ആളെ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഇത് കരുതി കൂട്ടി ഉണ്ടാക്കിയ ദോഷാണ്. എറണാകുളം
റാഷിദെ ഈ വസന്ത ശരിയേക്ക് എന്ന് പറയപ്പെടുന്ന വ്യക്തി സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിരുന്നോ? ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. റാഷിദെ അയാളുടെ ടേണിന്റെ സമയത്ത് അയാൾ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ടേൺ സംസാരിച്ചാൽ അതനുസരിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കയറി സംസാരിച്ചിരുന്നോ? കേൾക്കുന്നില്ല എങ്കിൽ അയാൾ താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ മ്യൂട്ട് ചെയ്യാൻ തയ്യാറാകണം. അയാൾക്ക് എന്തിനാണ് പൊള്ളേണ്ടതുള്ളത്? എന്നെ തരംതാഴി സംസാരിക്കരുത്. നിങ്ങൾ കേട്ടോ അയാൾക്ക് എന്തിനാണ് പൊള്ളേണ്ടതുള്ളത്? വർഗീയവാദം ആരാണോ പറഞ്ഞത്? രാഷ്ട്രീയം പറയുന്ന സമയത്ത് എന്തിനാണ് താങ്കൾക്ക് കൊള്ളുന്നത്? എന്തിനാണ് രാഷ്ട്രീയം പറയുമ്പോൾ കൊള്ളുന്നത്? മറ്റടുത്ത പരിപാടി കളിക്കരുത്. ത്രില്ലടിക്കാതെ അവിടെ ഇരിക്കെ. നോക്കൂ, ഇവിടെ നടക്കുന്ന ബഹളമയമായ ഈ ചർച്ച ഞാനിങ്ങനെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പിന്നാലെ പോയി അവരുടെ സ്ഥാനാർത്ഥികളെയും മന്ത്രിമാരെയും ഒക്കെ നിശ്ചയിക്കുന്നത് സ്വാഭാവികമായ ഒരു നടപടിക്രമമായി കേരളത്തിൽ മാറിക്കഴിഞ്ഞു. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ ഇവിടെ ഉല്ലാസ് ബാബു വലിയ ബഹളം വെച്ചുകൊണ്ട് ബി.ജെ.പിയുടെ പ്രതിനിധി വലിയ നിലയിൽ ജാതി മത നിരപേക്ഷതയെ കുറിച്ചൊക്കെ വല്ലാത്ത നിലയിലേക്ക് അദ്ദേഹം വാചാലനായി സംസാരിക്കുകയാണ്. ഞാനങ്ങനെ പറഞ്ഞു വെച്ച് നിനക്കെന്താ ചെയ്തം? എന്നാലും നിനക്കങ്ങനെ പറയാൻ തോന്നിയല്ലോടാ. എനിക്ക് തോന്നി പറഞ്ഞു. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന മൂല്യച്യുതിയെ കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കൂ. എന്നിട്ട് വേണം ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ വാചാലമായി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഈ ജാതി മത കെട്ടുപാടുകളെ സംബന്ധിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ മതനിരപേക്ഷതയുടെ സാധ്യതയ്ക്ക് എത്രമാത്രം വാതിൽ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കണം. ആഞ്ജനേയ സ്വാമി. ഈ സുരേഷ് ബാബു എന്ന CPM-ന്റെ നേതാവ് പറഞ്ഞു, വാചാടോപം കൊണ്ട് കാര്യമില്ല. സുരേഷ് ബാബു എന്നിട്ട് BJP-യെ പഠിപ്പിക്കുകയും കേട്ടു. സുരേഷ് കുമാർ BJP-യെ പഠിപ്പിക്കുന്നതും BJP-യെ കുറിച്ച് പറയുന്നത് കേട്ടു. ആരായി പറയുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് ശൂന്യമായിരിക്കുന്ന പാർട്ടിയോ? എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. കേരളം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെയും ജനങ്ങളുടെ നാട്ടിലേക്ക് കറഞ്ഞു. ഇത് വേണ്ട എന്ന് തീരുമാനിച്ചു. നിഷേധനമുണ്ട്, ഇവന്റെ നെഗളിപ്പുണ്ട്. നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ വാചാടോപം കൂടിയത് കൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ സഖാവും TK ഗോവിന്ദൻ സഖാവും G സുധാകരൻ സഖാവും വലിച്ചെറിഞ്ഞ് പോന്നപ്പോൾ ജനങ്ങൾ തോളിൽ കെട്ടിവെച്ച് അവരെ ജയിപ്പിച്ചു വിട്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ വാചാടോപം കൊണ്ട് നടക്കുന്ന ആരാണെന്ന് അവനവന്റെ പാർട്ടി നോക്കി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കണ്ണാടിയിൽ പോയിട്ട് നോക്കിയാൽ മതി. അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ പറഞ്ഞോളാം. അതാണ് ബുദ്ധി. പിന്നെ BJP-യെ കുറിച്ച് പറഞ്ഞ ഭയങ്കര രസമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, ഏറ്റവും കൂടുതൽ MP-മാരുള്ള, ഏറ്റവും കൂടുതൽ MLA-മാരുള്ള, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുള്ള, ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJP-യെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയാണോ? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.